സുലൈമാൻ എങ്ങനെയുണ്ട്? സുലൈമാനെ ഇപ്പൊ നിലവില് പുള്ളി സ്കാൻ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയേക്കണേ. ഓർമ്മ വീഴൊക്കെ ചെയ്തോ? ഓർമ്മ വീണറില്ല, ഇപ്പോഴും ബ്ലാക്ക് ഔട്ടാണ്, ഓർമ്മയില്ലാണ്ട് കിടക്കാണ്. അവനൊരു അപ്പൊ കുഴപ്പമില്ലാന്ന് പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോ കുഴപ്പമില്ല. അതിന് ഓപ്പറേഷൻ പറഞ്ഞപ്പോ ചെയ്യാണ്ട് താടിയലിന്റെ സൈഡ്. എവിടെയൊക്കെ ഫ്രാക്ചർ ഉണ്ട്? ഫ്രാക്ചർ മൊത്തത്തിലുണ്ട്. നല്ലോണം ഉള്ളത് താടിയലിന്റെ കവിളിന്റെ അവിടെ ഉണ്ട്. 2 ഓപ്പറേഷൻ ഉണ്ട്. അത് ശരിക്കും അതിലിപ്പോ ഒരെണ്ണം ചെയ്യണോന്നും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ചെലവ് പൈസയൊക്കെ ആരാ കൊടുക്കണേ? MLA അൻവർ സാദത്ത്. പൈസ ഇല്ലല്ലോ, അവന്റെ വീട്ടില് പൈസ കൊടുക്കാനില്ല. അല്ല, എന്താണ് അവനോട് ഇത്ര വൈരാഗ്യം വരാൻ കാരണം? അവനോടൊന്നും അല്ലാന്നേ, അവന് കോംപ്രമൈസിന് ഇതിന് മുമ്പ് 2 അടി നടന്നിട്ടുണ്ടായേ. ഈ അടി നടക്കും ഈ ഒരു ദിവസം ഈ സുൽത്താന്റെ വീടില്ലേ, സുൽത്താൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ജീലാനിയുടെ വീടിന്റെ മുമ്പിൽ കൂടെ വണ്ടി പോയപ്പോ വണ്ടി തട്ടി. ആ തട്ടിയപ്പോ അവിടെ ഒച്ചപ്പാടും പോലെ ഉന്തുന്നൊക്കെ ആയി. അപ്പൊ ഈ ഓടിച്ചോരെ പിടിച്ച് ഈ ജീലാനിയിലെ അവന്മാര് തല്ലി കഴിഞ്ഞപ്പോ അവന്മാര് കൊണ്ടോട്ടിയിലുള്ള പിള്ളേരെന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നോട്ടല്ലൊക്കെ കൂടി വരും. അവര് ഒറ്റക്കെട്ടായിട്ട് കിടക്കണവരാ. നമ്മളാണെങ്കിൽ നമ്മള് മാത്രം പോണ്ടേ. അവന്മാര് ഒരുമിച്ച് അങ്ങോട്ട് ചെന്നിട്ട് പൊളിച്ചങ്ങോട്ട് ശരിക്കും. ലാസ്റ്റ് അത് കോംപ്രമൈസ് ചെയ്തത് സുലൈമാനാ. അത് കഴിഞ്ഞ് പിന്നെ എന്തോ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് പിന്നെ അവൻ ഈ ഒരു മുടി ഒളിച്ചവനുണ്ടായില്ലേ, ഹെൽമെറ്റ് വെച്ചില്ലേ, അവൻ ശരിക്കും ഒരു എവിടെ ഉള്ള ഒരു ഗുണ്ട ആണ് ശരിക്കും. ഈ വേങ്ങര റൗഡി ലിസ്റ്റിലുള്ള ആളാണ്. റൗഡി ലിസ്റ്റിലുള്ളവനാ അവൻ. അവന്റെ ബാബു എന്നാണ് ശരിക്കും പേര്. ഇവിടെ വന്ന് അവനൊരു തെങ്ങേറ്റക്കാരനായിരുന്നു ബാബു. ഇവിടെ വന്നപ്പോ മുസ്ലിമായി. എന്തൊരു പേര്. അപ്പൊ അവൻ ആയി. പിന്നെ ഇവന് ഇവിടെ തന്നെ ആയി. അങ്ങടെ അവന് ചെല്ലാൻ പറ്റില്ല. അവൻ ചെല്ലണമെങ്കിൽ അവിടെ ഉള്ള ഇടിയൊക്കെ ഉണ്ടാക്കി ആൾക്കാരൊക്കെ തല്ലിയേക്കണ, ലീഗാരെ ആരാണ്ടൊക്കെ പൊരിച്ച് തല്ലിയേക്കണ. അപ്പൊ അവര് അങ്ങോട്ട് ചെന്ന് അവര് വെറുതെ വിടൂല. അപ്പൊ പുള്ളി ഇവിടെ തന്നെ നിന്നപ്പോ ഈ പ്രശ്നം ഉണ്ടായി. അവന്റെ അടുത്ത് ഇപ്പൊ നാളെ ഇവിടെ ഈ ഉസ്താദന്മാരുണ്ട് ഈ പള്ളിയില് ഞങ്ങളുടെ തയ്ക്കാവൂലെ, ആ മൊയിലാക്കന്മാരെ അവൻ റോട്ടിൽ കൂടെ പോയപ്പോ കുറെ ചീത്ത പറഞ്ഞാണ് ഇവൻ. അപ്പൊ ഞങ്ങള് പറഞ്ഞ ഇവന്റെ അടുത്ത് ചോദിക്കാന്ന് പറഞ്ഞപ്പോ ആൾക്കാർ 2 തട്ടിലായി. ചോദിക്കണ്ട, മറിച്ചാണെന്നായി. അപ്പൊ ഇവൻ വളായി. അവന് അങ്ങനെയുള്ള വളാവണത്. ഇവന് ശരിക്കാണ്ട് തല്ലി. സുലൈമാൻ എന്താ പ്രശ്നം ചോദിച്ചതാണ് സുലൈമാനാണ് തല്ലി. അവര് ആൾക്കാരൊക്കെ ഓടി, നിന്ന പിള്ളേരൊക്കെ ഓടി. സുലൈമാൻ മാത്രം പ്രശ്നം ഉണ്ടാക്കല്ല. എന്താ നമുക്ക് നോക്കാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇവനായിട്ട് കീറി. ആണ് പ്ലാൻഡ് ആയിട്ട് വന്നാണ്. ഇവര് പ്ലാൻഡ് ആയിട്ട് വന്ന് തല്ലിയതാ. 5-8 പേരുണ്ടായി. ബൈക്കിനും കൂടിയാ വന്നത് അവര്. കാറും ബൈക്കും ഉണ്ടായി. അപ്പൊ 5-10 പേരുണ്ടായി. 8-9 പേര് ഉണ്ടായിരുന്നു. ഇപ്പൊ എത്ര പേരെ പോലീസ് പിടിച്ചിട്ടുണ്ട്? ഇന്നലെ വരെ 5, ഇന്നാണ്ട് 2-3 പേരെ പൊക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അത് കറക്റ്റ് കിട്ടിയിട്ടില്ല വിവരം. ഈ ജീലാനി എന്ന് പറഞ്ഞ അവിടുന്ന് ആരെങ്കിലും പിടിച്ചിട്ടുണ്ടോ? അവിടുന്ന് ആരെ പിടിച്ചിട്ടില്ല. അവരുടെ മക്കളെ ആരും അറസ്റ്റ് ചെയ്തെന്നോ? ഇല്ല അതൊന്നുമില്ല. അവനെ കബീറിന്റെ അടുത്താണ് ചോദ്യം ചെയ്തേക്കണേ ശരിക്കും. കബീർ അതില് ഇൻവോൾവ് അല്ല. അവര് ക്യാമറയും ഫോണും ഒക്കെ ചെക്ക് ചെയ്തപ്പോ ഇല്ല അല്ലേ? ജീലാനിക്കാരും പിടിച്ചല്ല. പിടിക്കൂല ജീവിതത്തിൽ. എന്ത് വിചാരിച്ച? അതല്ല, ഇത് എന്തുകൊണ്ടാ അപ്പൊ ഈ പുറത്തുനിന്ന് വന്ന ആൾക്കാർക്ക് ഇത്ര വൈരാഗ്യമൊന്നും ഇല്ലല്ലോ? പുറത്തുനിന്ന് ഇല്ല. അവിടുന്ന് പുറത്തുനിന്ന് ഈ ജിലാനിയിലെ വന്നവരൊക്കെ ഒരു വക തെമ്മാടികളാ. അതറിയോ? ഇവിടെ ഇതിനു തെമ്മാടിക്കൂട്ടൂലേ? നിന്റെ മരാർന്ന് പല സ്ഥലത്തുനിന്നും വന്നവരാ. അവരാ നാട്ടിൽ നിൽക്കാൻ പറ്റാണ്ട് ഇങ്ങോട്ട് വരും. ഇവിടെ വരുമ്പോ ഇങ്ങനെ എന്തെങ്കിലും വിഷയം വരുമ്പോ ആ നാട്ടിലുണ്ടായ പ്രശ്നം ഇവിടെ ഉണ്ടാക്കുവാണ്. അത്രേ ഉള്ളൂ. എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ് തോന്നണത്. അപ്പൊ എന്തായാലും ഈ കേസോടുകൂടി അതിനൊരു തീരുമാനമാവും എന്തായാലും. ആൾക്കാരൊക്കെ അവന്മാരൊക്കെ വണ്ടിയൊക്കെ മാറ്റിയിട്ട് കംപ്ലീറ്റ് ജീലാനിയുടെ അവിടുത്തെ ആ വലിയ കാറല്ലേ, റേഞ്ച് റോവറും മറ്റതും ഒക്കെ മാറ്റി അവിടുന്ന് ഒരു വണ്ടികൾ കംപ്ലീറ്റ് ചെയ്യും. എല്ലാ വണ്ടിയും അവരവിടുന്ന് മാറ്റി. ആൾക്കാർ ഇവിടുന്ന് കല്ലെറിഞ്ഞാലും വണ്ടി പോവില്ലേ? കല്ലുകൊണ്ടാ കോടികൾ നഷ്ടപ്പെടും. പിന്നല്ലാതെ. പിന്നെ ആ ഗേറ്റ് ഒക്കെ അവർ കംപ്ലീറ്റ് താഴെ വെച്ചാണ് പൂട്ടിക്കളഞ്ഞത്. മെയിൻ ഗേറ്റ് ഒക്കെ അല്ലേ? ഒക്കെ പൂട്ടി.
ഇതിപ്പോ നാട്ടുകാർ ഫുള്ള് ഇടഞ്ഞേക്കല്ലേ? ഇന്നലെ ഭയങ്കര ഇതായിരുന്നല്ലോ നാട്ടുകാരെന്ന് പറഞ്ഞാൽ മൊത്തം ഇളകിയേക്കായിരുന്നു. അതെ. ഒരാളല്ലല്ലോ, നാട്ടുകാർ മൊത്തം ഇളകിയാൽ പിന്നെ എങ്ങനെയായിരിക്കും നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുമോ? ഇപ്പൊ തൽക്കാലം ഒരു കോംപ്രമൈസ് ചെയ്തില്ലെങ്കിൽ അവർക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. ആൾക്കാരൊക്കെ അങ്ങോട്ട് മറ്റവനാണല്ലോ, അവനെ ഒന്ന് കൊടുക്കണം, അങ്ങനെയല്ലേ മനസ്സിൽ വരുള്ളൂ. പിന്നെ ഈ സുലൈമാൻ എന്ന് പറഞ്ഞ ആരും പുറത്ത് കയറാൻ നടക്കണവനല്ല. നാട്ടിലും നമ്മൾ ഇത്തിരി എന്തേടാന്ന് വെച്ചാൽ പോടാൻ പറ്റാന്ന് വിളിക്കൂലേ, ഇവൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കണവനല്ല. ആ ഒരു കുഴപ്പമുണ്ട്. ഒരു ഗതിയില്ല, ഒരു ഇതുമില്ലാണ്ട് നടക്കണവനാണ്. അല്ലാണ്ട് നാട്ടില് പിരിച്ച കൂടി വന്ന ഒരു പേര് എന്തിരിക്കും? അപ്പൊ നോക്കിയപ്പോ എന്തിനാ ആ പേരിൽ പിരിച്ചിട്ട് നമ്മളെ നാണം നിർത്താനല്ല, വേണ്ട പൈസ ഞാൻ അറേഞ്ച് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അകത്ത് ഹോസ്പിറ്റലുകാരായിട്ട് അവരായിട്ട് പൈസയുടെ സംസാരിക്കണ്ടോ. അച്ഛനായിട്ട് പുള്ളി നല്ല ഇതാണല്ലോ. അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചപ്പോ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ ഇന്നാണ്ട് പൈസ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാലും കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ അടുത്ത് PC വിനോദാ പറഞ്ഞ, അവനവിടെ ഉണ്ട്. അപ്പൊ പൈസ കൊടുക്കാണ്ട് പറ്റില്ലല്ലോ ഹോസ്പിറ്റലുകാർക്ക്.